മക്ക എന്ന പുണ്യഭൂമിയുടെ ചരിത്രം എവിടെ തുടങ്ങുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജനവാസമില്ലാത്ത കരിമ്പാറകൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ ഉമ്മയോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ്. ആ കുഞ്ഞിലൂടെയാണ് അള്ളാഹു സംസം എന്ന അത്ഭുത നീരുറവ ലോകത്തിന് നൽകിയത്. ആ കുഞ്ഞായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആ യഥാർത്ഥ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും മകനായാണ് ഇസ്മായിൽ നബി ജനിക്കുന്നത്. പ്രായമേറെ ചെന്നിട്ടാണ് ഇബ്രാഹിം നബിക്ക് ഈ മകൻ ജനിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഇസ്മായിൽ എന്ന കുഞ്ഞിനെയും മക്കയിലെ വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി നിർത്തേണ്ടി വന്നു. തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം നബിയോട് ഹാജറ ബീബി ചോദിച്ചു, അള്ളാഹുവാണോ നിങ്ങളോട് ഇതിന് കൽപ്പിച്ചത്? അതെ എന്ന് മറുപടി കേട്ടപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ അള്ളാഹു ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും തീർന്നപ്പോൾ കുഞ്ഞ് ഇസ്മായിൽ ദാഹം കൊണ്ട് കരയാൻ തുടങ്ങി. വെള്ളത്തിനായി ഹാജറ ബീബി സഫ മർവ കുന്നുകൾക്കിടയിലൂടെ 7 തവണ ഓടി. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയും കുഞ്ഞ് ഇസ്മായിലിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് പരിശുദ്ധമായ സംസം വെള്ളം ഉറപൊട്ടുകയും ചെയ്തത്. ഈ വെള്ളം കുടിച്ച് അവർ ജീവിച്ചു. പിന്നീട് ജുർഹും ഗോത്രക്കാർ അവിടെ വരികയും ഇസ്മായിൽ നബിയുടെ കുടുംബത്തിൻ്റെ അനുവാദത്തോടെ അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മക്ക ഒരു ജനവാസ കേന്ദ്രമായി മാറി. കുട്ടി വളർന്ന് ഇബ്രാഹിം നബിയോടൊപ്പം നടക്കാറായ പ്രായത്തിൽ ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടു. താൻ തൻ്റെ ഏകമകനെ അള്ളാഹുവിനായി ബലി നൽകുന്നു. പിതാവ് മകനോട് ചോദിച്ചു, എൻ്റെ പ്രിയ മകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? ആ മകൻ ഒട്ടും ഭയമില്ലാതെ മറുപടി നൽകി, എൻ്റെ പിതാവേ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്തോ അത് ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം. മകനെ അറുക്കാൻ കിടത്തിയ ആ നിമിഷം അവർ പരീക്ഷണത്തെ വിജയകരമായി മറികടന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ഇസ്മായിൽ നബിക്ക് പകരം അള്ളാഹു അവിടെ വലിയൊരു ആടിനെ നൽകുകയും അതിനെ ബലി അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്നാണ് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമായ വിശുദ്ധ കഅബ പുനർനിർമ്മിക്കുന്നത്. കഅബയുടെ ചുവരുകൾ ഉയർത്തപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഇസ്മായിൽ നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം. അദ്ദേഹം പിന്നീട് ഈ പ്രദേശത്തുള്ളവർക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഈ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യഥാർത്ഥ ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.